പോകുന്നത് മസ്കറ്റിനെ കുറിച്ചാണ്. ഞാൻ 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള മസ്കറ്റിൻ്റെ വ്ളോഗ് നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു. ഇത് ആദ്യത്തെ ട്രിപ്പിന് പോയ സ്ഥലങ്ങളാണത്. ഇത് രണ്ടാമത്തെ ട്രിപ്പിന് പോയ സ്ഥലങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പം എൻ്റെ മസ്കറ്റിൻ്റെ പഴയ വ്ളോഗിലും പുതിയ വ്ളോഗിലും സലാല വ്ളോഗിലും അങ്ങനെ ഒമാൻ്റെ 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അത് ഞങ്ങൾക്ക് പഴയ വ്ളോഗ് ഞാൻ പറയാൻ മറന്നു. ഒന്നുകൂടി ഞങ്ങൾ ട്രാവൽ വിത്ത് ആയിഷ എന്നുള്ള ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ ഈ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ലൊക്കേഷൻസിൻ്റെയും ലൊക്കേഷൻ മാപ്പ്, എൻട്രി ഫീ, അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഇൻഫർമേഷൻസ് എല്ലാം കിട്ടുന്നതായിരിക്കും. വാദി ബനിക്കാൽ എന്നുള്ള അടിപൊളി ഒരു വാദിയാണ്. ഒരു വാദിയും ഒരു കേവും ഉണ്ട്. കേവ് ഒരു വാദിൻ്റെ അവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഉള്ളിലേക്ക് വേണം ഈ കേവ്. സ്വിമ്മിങ്ങിനും അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ കുളത്തൊക്കെ ചാടൂലേ, അതുപോലത്തെ അടിപൊളി സ്ഥലമാണിത്. പക്ഷെ വേറെ ഒറ്റ പ്രശ്നമുണ്ട്, നീന്തൽ അറിയാത്തവർ ഈ പരിപാടിക്ക് നിൽക്കരുത്. കാര്യം അവിടെ കുറച്ചൊക്കെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കെയർഫുൾ ആവണം. വെറുതെ നീന്തൽ അറിയാതെ അവിടെ പോയി ഇതുണ്ടാകരുത്. അപ്പോൾ അവിടെ പോകേണ്ട സമയം അവിടുന്ന് മസ്കറ്റ് ടൗണിൽ നിന്ന് 250 കിലോമീറ്റർ യാത്ര ചെയ്താൽ എന്താ പറ്റും, ഈ വാദി ബനിഖാൽ കാണാൻ പറ്റും. അടിപൊളി സ്ഥലമാണ്, നല്ല റിഫ്രഷിങ് സ്ഥലമാണ്, എൻജോയ് ചെയ്യാൻ പറ്റും. നക്കൽ ഫോർട്ട് എന്ന് പോലും ഏകദേശം അടുത്താണ്. അപ്പോൾ ഞങ്ങൾ ഇത് 2 മണിക്കാണ് ഒരുമിച്ച് പോയത്. ടൗണിൽ നിന്ന് 89 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും. അടിപൊളി സ്ഥലമാണ്. അവിടെ നല്ല ഒരു ചെറിയൊരു വാട്ടർഫാൾസും അതുപോലെ ചെറിയ പൂൾ ഏരിയ അങ്ങനെയൊക്കെയുള്ള അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ശരിക്കും അത്വാര സ്പ്രിംഗിൽ നിന്ന് 8 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് നക്കൽ ഫോർട്ട് കാണാൻ കഴിയും. നക്കൽ ഫോർട്ട് എന്നൊരു നല്ലൊരു ഫോട്ടോഗ്രാഫിക് പ്ലേസാണ്. പഴയൊരു കോട്ട, ഇവരുടെ കുറേ പഴയ പുരാതന വസ്തുക്കൾ, തോക്ക്, അതുപോലെ കരകൗശല വസ്തുക്കൾ, ബെഡ്റൂമൊക്കെ പഴയ രാജാക്കന്മാരൊക്കെ സംഭവങ്ങൾ കാണുന്നുണ്ട്. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് എൻ്റെ വിസിറ്റേഴ്സ് ടൈമിങ്. ഇതും ഈ അത്വാര സ്പ്രിങ്ങും അതുപോലെ തന്നെ നക്കൽ ഫോർട്ടും നിങ്ങൾക്ക് ഒരുമിച്ച് ക്ലബ് ചെയ്ത് കാണാവുന്ന സ്ഥലങ്ങളാണ്. അടിപൊളി മീൻസ് നമ്മൾ ഹത്ത ഡാമിൻ്റെക്കാട്ടിലും ഒന്നുകൂടി ഭയങ്കര ഒരു അടിപൊളി സ്പെഷ്യൽ ഭയങ്കര വലിയൊരു ഡാമാണ് ഈ കുരിയാത്ത് ഡാം. അവിടെ ചെറിയ ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. ഈ ഡാമും കൂടി ആയിട്ടാണ് ഈ ഡാമുള്ളത്. അടിപൊളി ഫോട്ടോഗ്രാഫിക് പ്ലേസ് ആണ്. അത് മസ്കറ്റ് ടൗണിൽ നിന്ന് 111 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കാണാൻ കഴിയും. അപ്പം ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നക്കൽ ഫോർട്ടും കുരിയാത്ത് ഡാമും അത്വാര സ്പ്രിംഗും ഒരുമിച്ചാണ് കണ്ടത്. ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ജബൽ ഷംസ്. നമ്മൾ ഒരു ദിവസം രാത്രി പോയി അവിടെ ക്യാമ്പ് ചെയ്തു. അടിപൊളി സ്ഥലമാണ്. ആദ്യം ഒരു നല്ല റോഡാണ്, പിന്നെ കുറച്ച് ഓഫ് റോഡല്ല, ഏത് വണ്ടിയും കൊറോളയൊക്കെ പോലത്തെ വണ്ടികളൊക്കെ കയറി പോകും അവിടേക്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ക്യാമ്പിങ്ങും ബാർബിക്യും ഒക്കെ ചെയ്തു. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മിഡിൽ ഈസ്റ്റിലെ തന്നെ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ജബൽ ഷംസ് എന്ന് പേര് വരാൻ കാരണം. അതുപോലെ അവിടെ ക്യാമ്പിങ് പറ്റും. അതുപോലെ തന്നെ റോഡ്
ഓഫ് റോഡ് പോലത്തെ റോഡാണ്, പക്ഷേ നോർമൽ കാർക്ക് ഉണ്ടാകാൻ കഴിയും. നിങ്ങളിപ്പോൾ അലയിൽ പോകുന്ന ഒരാളാണ് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പോകുന്ന വഴിക്ക് ജബൽ ഷംസ് കണ്ടിട്ട് പോകാൻ കഴിയും. അതല്ല നിങ്ങൾക്ക് വരുന്ന വഴിക്ക് ജബൽ ഷംസ് കാണാൻ കഴിയും. പക്ഷെ ഇത് രാവിലത്തെ സൺറൈസ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. My lane fast, call it high speed. I've been working hard, yeah, I've been working nightly. If you think you'll win, ha, not likely. I be taking shots, yeah, cold-blooded, icy. Watching numbers grow is what I call sightseeing. In the front row, run it up when they hype me. The following grows, they know how to ignite me. Call me CEO, I've been running right, see. And I ain't playing games, I create my own lane, making pleasure out of pain, അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രോത്സാഹനങ്ങൾ കിട്ടുന്നത് നിങ്ങളുടെ ഈ കമൻറ്റിലും ഷെയറിലും ഒക്കെയാണ്.